മക്കളെ നമ്മളെ മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കാട്ടാ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കി മാമ്പഴ ജ്യൂസ് തന്നെ. മാങ്ങ കാലല്ലേ. ഇപ്പോൾ എൻ്റെ അനിയത്തി വീട്ടിൽ നിന്ന് കൊണ്ടു തന്നാട്ടാ മാമ്പഴം. അവിടെ വീട്ടിൽ മൂവാണ്ട മാങ്ങിൻ്റെ. അപ്പോൾ അത് പഴുപ്പിച്ചിട്ട് മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കാട്ടാ. നല്ല ചൂടല്ലേ, അപ്പം നല്ല തണവിൽ മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. തണവ് കിട്ടാട്ടാ. മാമ്പഴ ജ്യൂസ് ഉണ്ടാക്കാം. ഞങ്ങളുടെ അച്ഛനമ്മയൊക്കെ മരിച്ചു പോയിട്ടാ. ഞാനും എൻ്റെ അനിയത്തിയും മാത്രമുള്ള. അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളെയും കല്യാണം കഴിഞ്ഞു. ഈ 2-3 കുട്ടികളായിട്ടാ. അപ്പം അവള് കൊണ്ടുവന്ന എനിക്ക് മാമ്പഴം. അതെ, അതായിക്കട്ടെ. അപ്പോൾ കുറേ മാമ്പഴം കൊണ്ട് തന്നിട്ട് എൻ്റെ അനിയത്തി. അവിടെ ഒരു കുറേ മാവുണ്ടായിരുന്നു, ഒക്കെ മുറിച്ചു. ഇപ്പോൾ ഒരു മാവുള്ളോ, അതുമ്പോൾ നല്ലോണം മാങ്ങ, ഈ മൂവാണ്ട മാങ്ങയാണ്. അപ്പോൾ അവള് കുറച്ചല്ല കുറേ മാങ്ങ കൊണ്ട് വന്നു. നിലത്ത് വീഴാണ്ട് പൊട്ടിക്കാൻ പറ്റില്ലേ. ഞങ്ങള് ചേട്ടത്തി രണ്ടാൾ മാത്രമുള്ള കേട്ടോ. രണ്ടാളെ മക്കളുകൾ മാത്രം. എന്നിട്ട് ഞങ്ങളുടെ വീട്ടില് അമ്മയൊക്കെ മരിച്ചിട്ട് കുറച്ച് കാലമായി. നല്ല ഏറ്റവും മുന്നേ മരിച്ചത് അച്ഛനാണ്. 2 മക്കളായിരുന്നു ഞങ്ങൾ, 2 പെൺകുട്ടികളും. അമ്മേനെ ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെ നോക്കി വളർത്തിയില്ലാക്കിയത്. അപ്പോൾ 2 കല്യാണം കഴിഞ്ഞു. 2 എനിക്ക് 3 കുട്ടികളായി, അവൾക്ക് 2 കുട്ടികളായി. ഓക്കെ. അപ്പോൾ അവള് മാങ്ങ കൊണ്ട് തന്നു പഴുപ്പിച്ച്. അവള് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാട്ടാ. അങ്ങനെ വരില്ല, ഫേസ് ചെയ്യാതെ. ഞങ്ങളങ്ങനെ മാത്രം തന്നെയുള്ളൂ. മനസ്സിലായിട്ടാ. ഇതിലേ ഞാൻ ഒരു സൂത്രം കൂടി ചെയ്യുന്നുണ്ട് കേട്ടാ. ഒരു കഷ്ണം ഇഞ്ചി ഉണ്ടല്ലോ, ഒരു കഷ്ണം ഇഞ്ചി കൂട്ടുണ്ട് കേട്ടാ മാമ്പഴത്തിൽ. നല്ല രസമാണ് ഇഞ്ചിയുടെ ടേസ്റ്റും കൂടി ആകുമ്പോൾ. ഞാൻ രാധേശ്വരത്തുനിന്ന് വേപ്പില മേടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോഴവള് ഓട്ടോറിക്ഷയിൽ മാങ്ങി വേപ്പിലയും കൂടി കൊണ്ടുവന്നു. അതാണ് ഈ ആഴ്ചയിൽ രാധേശ്വരത്തിൽ വീട്ടിൽ വേപ്പില മേടിക്കാൻ. ചതക്കട്ടേട്ടാ, ചതച്ചിട്ടിട്ട് അതി മതി. ചതച്ചിട്ടല്ലേ അരഞ്ഞു കിട്ടും. വേണം നമ്മൾ അരിക്കണമൊന്നുമില്ലല്ലോ. എങ്ങാനൊരു കഷ്ണം എങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാങ്ങ കടിക്കാൻ രസമാണ്. നല്ലോണം ചതച്ചിട്ടുണ്ട് കേട്ടോ. മാമ്പഴം അടിക്കുന്നത് നമുക്ക് കുടിക്കാം. എനിക്ക് വളരെ സന്തോഷമുണ്ട്.
എല്ലാം കൂടി ഒരുമിച്ചാക്കട്ടെ കേട്ടാ. പഞ്ചസാര ഇഞ്ചിട്ടത് ഉണ്ട്, അത് ഒരുമിച്ചാക്കട്ടെ. ഞാൻ ഐസ്ക്രീം മേടിച്ചോണ്ടേ ആ ബോളിൽ നിറച്ച് ഫ്രീസറിൽ വെച്ചുട്ടാ. അപ്പോൾ ഫ്രീസറിൽ ഇരുന്നത് നല്ലോണം കല്ലായി കിട്ടുമ്പോൾ അവർക്ക് ഇഷ്ടം അങ്ങനെ തിന്നാൻ പോരും. എന്തായാലും സൂത്രമൊക്കെ കാണിച്ച് കളയാണ്ട് അത് കഴിക്കണ്ടേ. അപ്പോ നിനക്കറിയാമല്ല എവിടേക്കാണെന്നുള്ളത്. ഇനി നമ്മളൊരു ശബ്ദം ചെയ്യണം. ഒരു ട്രീ ഹൗസ് ശബ്ദം. അതായത് അത് 1000 വർഷത്തിലുള്ള ശബ്ദമായിരിക്കും. പിന്നെ നമ്മൾ ഒരിക്കലും പരസ്പരം ചതിക്കരുത്. മനസ്സിലായല്ലോ? എന്ന കൈ ഉയർത്ത. എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഈ ശബ്ദം 1000 വർഷം നിലനിൽക്കും. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഇവിടെ കണ്ടുമുട്ടുകയും ചെയ്യും. ഇത് കള്ളമല്ല. പറയും ഡൂഗി ഡൂഗി ഡൂഗി. ഇത് നമുക്ക് മാത്രമാണ്. ഒന്ന് രണ്ടാക്കും, അത് നമ്മളെ ആക്കും. ഇതാണ് നമ്മുടെ ട്രീ ഹൗസ് ശബ്ദം. പൈനാപ്പിൾ ജാമ് മേടിച്ചോളാം. ഇതിലൊക്കെ നിറച്ച് വെച്ചാൽ അവർ എപ്പോഴെങ്കിലൊക്കെ എടുത്തേ കഴിക്കും. ഇത് നമുക്ക് മാത്രമായിരിക്കും. ഒന്ന് രണ്ടാക്കും, രണ്ട് നമ്മളെ ആക്കും. ഇത് നമ്മുടെ ട്രീ ഹൗസ് ശബ്ദം. ഫ്രീസറിൽ വലിയ പാത്രങ്ങൾ കയറ്റി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളാണെങ്കിൽ എൻ്റെ മുകളിലൊക്കെ വെച്ച് ഇട്ടിട്ട് വയ്ക്കുക. കണ്ട അങ്ങനെ അങ്ങനെ വെക്കുക. അപ്പോൾ എല്ലാവരും ഉണ്ണികൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി, മാങ്ങയുള്ളവർ കേട്ടാ ഇങ്ങനെ കിട്ടുന്നവർ ഉണ്ണികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കൊടുത്താൽ ഉണ്ണികൾ തല്ലുകൂടാനുള്ള നേരം കൊണ്ട് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്നത്. അപ്പം ശരി, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം.